പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. അതും പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻസാണ്. ഇത് തിരഞ്ഞെടുക്കാൻ കാരണം PSC ഇംഗ്ലീഷെല്ലാം ആവർത്തിച്ചാണ് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും അതേ സെയിം മോഡൽ തന്നെയാണ് പിന്നീട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ 1 മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു മോഡൽ മാത്രമേ വരികയുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്ത സെലക്റ്റഡ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിനെയോ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെയോ ഊന്നിപ്പറയാൻ വേണ്ടി സെൻറ്റൻസിൻ്റെ അവസാനം ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് സാധാരണ പറയുന്നത്. അതുപോലെ തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗും ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം ഓരോ ക്വസ്റ്റ്യൻസും, അതിൻ്റെ ആൻസർ എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചിൽഡ്രൻ ഹാഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ഡാഷ് എന്നൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ കോമയ്ക്ക് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇവിടെ ഈ ഭാഗമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിൽ കുറച്ച് വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് ഏതെല്ലാം വാക്കുകളാണെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. ഫ്യൂ, അതുപോലെ ലിറ്റിൽ, ഹാഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, അതുപോലെ ബെയർലി, സെൽഡം, നോ വൺ, നോബഡി, നൺ, നത്തിങ്, നെവർ, നൈദർ, നോർ തുടങ്ങി ഏതെങ്കിലും ഉപയോഗിച്ചുള്ള സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗിൽ കണ്ടാൽ അത് നെഗറ്റീവ് സെൻറ്റൻസാണ്. അപ്പോൾ അതിന് നമ്മൾ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് നമുക്കിവിടെ ഒഴിവാക്കാം. ഇവിടെ ഡോണ്ട് ദേ ഉണ്ട്, അതുപോലെ ഡിഡിൻ്റെ ദേ ഉണ്ട്. ഇത് നമുക്ക് രണ്ടും ഒഴിവാക്കാം. ഇനി നമുക്ക് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ 2 ഓപ്ഷനിൽ നമ്മൾ ഏതെടുക്കുന്നത്? ഡു ദേ ഉണ്ട്, ഡിഡ് ദേ ഉണ്ട്. ഇവിടെ ദേ എന്ന് വരാൻ കാരണം ഇവിടെ ചിൽഡ്രൻ്റെ പ്രൊണൗണാണ് ദേ എന്ന് വന്നത്. അതുപോലെ പീപ്പിൾ എന്ന് വരികയാണെങ്കിലും ദേ വരും. അതുപോലെ ദേ വരുന്ന വേറെ കുറച്ച് വാക്കുകളുണ്ട്: ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരി വൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നണ്ണ്, നൈദർ, എയ്തർ, ഈച്ച്, സം ഓഫ് ദം, ആൾ ഓഫ് ദം എന്നീ വാക്കുകൾ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇവ ദേ എന്നായി മാറും. അപ്പോൾ ഇവിടെ ദേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡു ദേ ആണോ ഡിഡ് ദേ ആണോ വന്നത്? അപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടാൽ ചിൽഡ്രൻ ഹാഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതൊരു പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഡ് ദേ, പാസ്റ്റായ ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉത്തരം വന്നത് ഡു ദേ ആണ്. ഡു ദേ ആണ് ഇവിടെ ആൻസറായി എടുക്കേണ്ടത്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം നോട്ട് ഓൾഡർ ദാൻ യു. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ട സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഐ ആം നോട്ട് എന്ന് ഇവിടെ കണ്ടപ്പോൾ തന്നെ അത് പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗിൽ നമ്മൾ ഒഴിവാക്കാം. നെഗറ്റീവ് ആമിൻ്റെ ഉണ്ട്, ആറിൻ്റെ ഉണ്ട്, വേറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ വരുന്നത് ഐ ആം നോട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ ആം നോട്ട് എന്ന് വരുന്ന സെൻറ്റൻസ്, ഐ ആം നോട്ടിൻ്റെ സെൻറ്റൻസ് വന്നാൽ, ഐ ആം നോട്ട് എന്നൊരു സെൻറ്റൻസിൽ വന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ ആയിരിക്കും. എന്നാൽ ഐ ആം എന്ന് മാത്രം വരികയാണെങ്കിൽ അവിടെ ആറിൻ്റെ ആണ്. അപ്പോൾ ഒരിക്കലും ആമിൻ്റെ എന്ന് കൊടുക്കരുത്, ആറിൻ്റെ ഐ എന്നായിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ ഐ ആം നോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആം ഐ ആണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം ഇൻഡീഡ് ലക്കി. ഐ ആം ഇൻഡീഡ് ലക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടാഗുള്ളത് ഒഴിവാക്കുക. ഡു ഐ, ആം ഐ, അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഇനി രണ്ട് ഓപ്ഷനാണുള്ളത്. നമുക്ക് ആറിൻ്റെ ഐ ഉണ്ട്, ഈസിൻ്റെ ഐ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ആം എന്ന് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആമിൻ്റെ ഐ അല്ലെങ്കിൽ
വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല, ആറിൻ്റെ ഐ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ആറിൻ്റെ ഐ ആണ്. ഈസിൻ്റെ എന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ ഈസ് ഇവിടെ കാണും. ഇവിടെ ആം ആണ് ആക്സിലറി വെർബ് വന്നിട്ടുള്ളത്, അപ്പോൾ ആറിൻ്റെ ഐ വന്നു. ഇവിടെ ഈസ്, ഈ ഈസ് വരികയാണെങ്കിൽ ഈസിൻ്റെ ഇ എന്ന് വരും. അപ്പോൾ ഇവിടെ വരുന്നത് ആറിൻ്റെ ഐ എന്ന് മാത്രമാണ്. വേറൊരു ക്വസ്റ്റ്യൻ, ഐ ആം ടു ഇംപേഷ്യൻറ്റ്. ഐ ആം ടു ഇംപേഷ്യൻറ്റ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ നെഗറ്റീവ് ടാഗ് വരുന്ന പോസിറ്റീവ് ടാഗ് വരുന്നത് ഒഴിവാക്കാം. ഡു ഐ വരുന്നുണ്ട്, അത് ഒഴിവാക്കാം. ഇനി ഇവിടെ വരേണ്ടത് ആറിൻ്റെ ഐ ഉണ്ട്, ഈസിൻ്റെ ഐ ഉണ്ട്, ആമിൻ്റെ ഐ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആമിൻ്റെ അയാമെന്ന് ഒരു സെൻറ്റൻസിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആറിൻ്റെ ഐ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈസിൻ്റെ നമുക്ക് വേണ്ട, ആമിൻ്റെ വേണ്ട. അപ്പോൾ ആറിൻ്റെ ഐ, ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ആമ് അതുപോലെ ആറ്, ആ ഒരു ഭാഗം മാത്രമേ കൺഫ്യൂഷനായിട്ട് വരാറുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇത് സ്കോർ ചെയ്യാം, പെട്ടെന്ന് സ്കോർ ചെയ്യാം. അതുപോലെ നോബഡി ഓൺഡ് വൈൽ ഐ വാസ് എവേ. ഇവിടെ നോബഡി എന്ന് വന്നതുകൊണ്ട് ഇവിടെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോബഡി, നണ്ണ്, നെത്തിങ്, അതുപോലെ റെയർലി, ഹാർഡ്ലി ഒക്കെ വന്നാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടാഗുള്ളത് നമ്മൾ ഒഴിവാക്കാം. ഡിഡ് ഇത് ഒഴിവാക്കാം, അതുപോലെ ഡിഡ് എനി എന്നുള്ള ഒഴിവാക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂ, എവരിബഡി, നോബഡി, സംബഡി എന്നൊക്കെ വന്നാൽ അതിൻ്റെ പ്രൊണൗണ് വരുന്നത് ദേ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ്, ഇവിടെ ഇപ്പോൾ നോബഡി എന്ന് വന്നത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആണ് ഒഴിവാക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ്, നോബഡി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് ഒഴിവാക്കി. ഇനി പോസിറ്റീവ് ഡിഡ് ദേ, അപ്പോൾ ഡിഡ് എനി. ഇവിടെ നോബഡി എന്ന് സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പറഞ്ഞു ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനി നമുക്ക് ഉപയോഗിക്കേണ്ട, അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ വരുന്നത് ഡിഡ് ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന്, ഹി ഈസ് 80 years old. ഹി ഈസ് 80 years old. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗുള്ളത് ഇവിടെ ഒഴിവാക്കാം, ഇത് വേണ്ട, ഇത് വേണ്ട. ഇനി ഈസിൻ്റെ ഇറ്റാണോ ഈസിൻ്റെ ഹി ആണോ? ഇവിടെ വന്നിട്ടുള്ളത് ആക്സിലറി വെർബ് നമുക്ക് ശ്രദ്ധിക്കുക. ആക്സിലറി വെർബിയുടെ ഈസ് ആണ്. അപ്പോൾ ഇവിടെ ഇറ്റ് എന്നൊരിക്കലും വരില്ല. അപ്പോൾ ഇവിടെ ഇറ്റ് ഈ ആണ് ഇവിടെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് എന്നൊരിക്കലും വരില്ല. അപ്പോൾ ഈസിൻ്റെ ഹി ആണ് ഇവിടെ ആൻസർ. ഈസിൻ്റെ ഹി, ആക്സിലറി വെർബ് ഈസ് ആണ്. അപ്പോൾ ഈസിൻ്റെ ഹി. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ. അപ്പോൾ ഇവിടെ വുഡ് നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ടാഗുള്ളത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ആക്സിലറി ദി സ്റ്റോർ കീപ്പർ, ദി ഗേറ്റ് കീപ്പർ, അത് ഒരു ആ വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഹീ ആണ് വരേണ്ടത്. അത് ഓക്കെ. അതുപോലെ വുഡാണോ വില്ലാണോ? ഇവിടെ ആക്സിലറി വെർബ് വന്നിട്ടുള്ളത് വുഡാണ്. അപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ വുഡ് ഹി ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വേറെ ക്വസ്റ്റ്യന്, ലെറ്റ്സ് മീറ്റ് ഹിം. ലെറ്റ്സ് മീറ്റ് ഹിം. ഇവിടെ ലെറ്റ്സ് എന്ന ഒരു ഇമ്പേറ്റീവ് സെൻറ്റൻസ് ആണത്. ലെറ്റ്സ് തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾ വി എന്നായിരിക്കും. അത് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് കാണുകയാണെങ്കിൽ അത് ഷാൾ വി ആയിരിക്കും. അതുപോലെ തന്നെ ലെറ്റ് മീ വരികയാണെങ്കിൽ അത് വിൽ യു ആയിരിക്കും. സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ലെറ്റ്സ് വരികയാണെങ്കിൽ ഷാൾ വി, അതുപോലെ ലെറ്റ് മീ വരികയാണെങ്കിൽ വിൽ യു ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ഷാൾ വി ആണ് ആൻസർ, ഷാൾ വി. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ സൺ ഹാഡ് പ്രോമിസ്ഡ് ടു കോൾ യു ടു USA. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്.
പോസിറ്റീവ് ടാഗ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഡിഡിൻ്റെ ഹീ ഉണ്ട്, ഹാഡിൻ്റെ ഹീ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആക്സിലറി വെർബ് ഇവിടെ ഹാഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹാഡിൻ്റെ ഹീ. ഡിഡിൻ്റെ ഉപയോഗിക്കേണ്ട ഹാഡിൻ്റെ ഹീ ഉപയോഗിച്ചാൽ മതി. ഹാഡിൻ്റെ ഹീ ആണ് ഇവിടെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ ഡാഷ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ വരുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂ, ലിറ്റിൽ, ഹാഡിലി, സ്കേഴ്സിലി എന്ന് പറഞ്ഞ കുറച്ച് വാക്കുകൾ പറയുന്നു. അതിൽ ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇവിടെ ഫ്യൂ ആണ്, ഫ്യൂ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് എന്നുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ടാഗുള്ളത് നമുക്കിവിടെ ഓപ്ഷൻ ഒഴിവാക്കാം. ഇനി ഡിഡ് ദേ ഉണ്ട്, വില്ല് ദേ ഉണ്ട്. ഡിഡ് ദേ ഉണ്ട്, വില്ല് ദേ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മെയിൻ വെർബ്, ഇവിടെ നമ്മൾ ആക്സിലറി വെർബ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മെയിൻ വെർബ് ന്യൂ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ന്യൂ എന്ന് പറയുന്നത് നോൺ, നോണിൻ്റെ പാസ്റ്റാണ് ന്യൂ. അപ്പോൾ ഡു പ്ലസ് ഡു ഫോം ആണ് നോ. അപ്പോൾ ഡിഡ് ഫോം ആണ് ന്യൂ. അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വില്ല് ദേ ഒരിക്കലും ഉപയോഗിക്കുന്നത്, ഡിഡ് ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള വാക്യത്തിൽ ആക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിലറി വെർബ് കിട്ടും. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. വേറെ ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം. നൺ ഓഫ് ദം അറൈവ്ഡ് ഇൻ ടൈം. നൺ ഓഫ് എന്ന് വന്നുകൊണ്ട് അവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നെഗറ്റീവ് 3 ഓപ്ഷനും നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നൺ ഓഫ് ദം ദേ ആണ് ഇവിടെ പ്രൊണൗണായി വരിക. പിന്നെ അറൈവ്ഡ് എന്ന് പറയുന്നത് ഡിഡ് ഫോമാണ്, അത് ഡിഡ് ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർ പീപ്പിൾ ഹാഡിലി ഗെറ്റ് ലോൺസ് ഫ്രം നാഷണലൈസ്ഡ് ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞ്, കുറച്ച് വാക്കുകൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ സെൻറ്റൻസിൽ കണ്ടാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് ഊഹിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഹാഡിലി എന്നൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ടാഗ് നമുക്ക് വേണ്ട, നമുക്ക് പോസിറ്റീവ് ടാഗ് ഉപയോഗിച്ചാൽ മതി. ഡു ദേ ആണോ ഡിഡ് ദേ ആണോ? അപ്പോൾ നമ്മളുടെ ആക്സിലറി വെർബ് നോക്കുക. ആക്സിലറി വെർബൊന്നും തന്നിട്ടില്ല. ആക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ അത് മെയിൻ വെർബ് എടുക്കുക. മെയിൻ വെർബ് ഇവിടെ ഗെറ്റ് ആണ്. ഗെറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് ഡു ദേ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ, വേറെ കൺഫ്യൂഷൻ ഒന്നും വരില്ല. വേറെ ക്വസ്റ്റ്യൻ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മളത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. പോസിറ്റീവ് ടാഗ് വേണ്ട. ഇവിടെ ഈസിൻ്റെ ഇറ്റ് ഉണ്ട്, ഈസിൻ്റെ ഷീ ഉണ്ട്. ഇവിടെ ഇറ്റ് എന്ന് വരാൻ ഒരിക്കലും വരില്ല. അവിടെ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈസിൻ്റെ, ഈസാണ് ഇവിടെ ആക്സിലറി വെർബ്. അപ്പോൾ ഈസിൻ്റെ ഷീ അതാണ് വരും. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഷുഡൻറ്റ് ഹാവ് ലോസ്റ്റ് മൈ ടെമ്പർ. അപ്പോൾ ഇവിടെ ഇത് ഷുഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗ് നമുക്ക് ഒഴിവാക്കാം. ഹാവിൻ്റും ഷുഡിൻ്റും ഒഴിവാക്കാം. ഇനി ഹാവ് ഐ ആണോ ഷുഡ് ഐ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ 2 ഷുഡും ഉണ്ട്, ഹാവും ഉണ്ട്, 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആക്സിലറി വെർബ് ഉണ്ടാകുമ്പോൾ 2 ആക്സിലറി വെർബ് ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആക്സിലറി വെർബ് എന്താണോ അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആക്സിലറി വെർബ് എന്നത് ഷുഡാണ്. അപ്പോൾ ഇവിടെ ഷുഡായി ആണ് ആൻസർ, ഷുഡായി. അപ്പോൾ ഹാവ് ഐ അല്ല, ഷുഡായി. വേറെ ക്വസ്റ്റ്യൻ, എവരി വൺ ഈസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്ക്. എവരി വൺ ഈസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്ക്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ പോസിറ്റീവ് ടാഗ് ഒഴിവാക്കും. ഇനി ഈസിൻ്റെ ഈ ഉണ്ട്,
ഡോണ്ട് ദേ ഉണ്ട്, അതുപോലെ ആറിൻ്റ് ദേ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എവരി വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സബ്ജക്റ്റായി വന്നാൽ നമ്മൾ ദേ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ദേ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദേ എന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ ഈസിൻ്റെ ഈ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈസ് എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ ഇവിടെ ദേ എന്ന പ്രൊണൗൺ വന്നവൻ, ഇവിടെ ദേ എന്ന് പറയുന്നത് ബഹുവചനമായതുകൊണ്ട് ഇവിടെ ആറാണ് വരേണ്ടത്. ദേ എന്ന് ബഹുവചനം വന്നുകൊണ്ട് ആറാണ് വരേണ്ടത്. അപ്പോൾ ആറിൻ്റ് ദേ ആണ് ഇവിടെ ആൻസർ ആണ്, ആറിൻ്റ് ദേ. വേറെ ക്വസ്റ്റ്യൻ, ഹി വിൽ നോട്ട് കം നൗ. ഹി വിൽ നോട്ട് കം നൗ. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് ടാഗ് വേണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. ഇനി ഡസ് ഹി ആണോ വില്ല് ഹി ആണോ? ഇവിടെ ആക്സിലറി വെർബ് വില്ലാണ്. അപ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, വില്ല് ഹി ആണ് ഇവിടെ വരേണ്ടത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ. അതിനുശേഷം അതിൽ വരുന്ന ആക്സിലറി വെർബ് ഉണ്ടോ ഇല്ലോ, ആക്സിലറി വെർബ് ഉണ്ടോ ഇല്ല നോക്കുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടാഗ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് മെയിൻ വെർബ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് ശ്രദ്ധിക്കേണ്ടത്. കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഇൻ ഫ്ലുവൻ്റ്ലി. ഇവിടെ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നെഗറ്റീവ് ടാഗാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗുള്ള ഓപ്ഷൻ ഒഴിവാക്കാം. ഇനി ഡസിൻ്റെ ഹി ഉണ്ട്, ഡോണ്ട് ഹി ഉണ്ട്. ഇവിടെ നോക്കുക, സ്പീക്കിൻ്റെ ഇവിടെ നമുക്ക് തന്നിട്ടില്ല, ഇവിടെ ആക്ച്വലി വെർബും തന്നിട്ടില്ല. അപ്പോൾ വെർബ് മെയിൻ വെർബ് നോക്കുക, സ്പീക്സ് ആണ്. സ്പീക്ക് എന്ന് പറയുന്നതിൻ്റെ ഡസ് ഫോമാണ് സ്പീക്സ്. അപ്പോൾ ഡസിൻ്റെ ഇവിടെ എസ് ഉണ്ടാവുകൊണ്ട് ഡസ് ആണ് ഇവിടെ ആക്സിലറി വെർബ് വരുന്നത്. അപ്പോൾ ഡസിൻ്റെ ഹി, കാർത്തിക് എന്ന് പറയുന്നത് ഹി ആണ്. അപ്പോൾ ഡസിൻ്റെ ഹി ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നോ വൺ ഈസ് ലേറ്റ് ടുഡേ. നോ വൺ ഈസ് ലേറ്റ് ടുഡേ. നോ വൺ എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ പോസിറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിൽ പോസിറ്റീവ് ടാഗാണ് വരേണ്ടത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗുള്ളത് നമുക്ക് ഒഴിവാക്കാം. ആറിൻ്റെ അതുപോലെ ഈസിൻ്റെ ഹി ഉപയോഗിക്കാം. ഇവിടെ നോ വൺ വന്നതുകൊണ്ട് നമുക്കറിയാം അവിടെ വരേണ്ടത് ദേ ആണ് വരേണ്ടതെന്ന് അറിയാം. അപ്പോൾ ദേ എന്ന് വന്ന്, അപ്പോൾ ഇവിടെ ദേ വരുന്നത് ആകെ ഒന്നാണ് വരുന്നത്. ദേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുവചനമാണ്. ദേ വരുമ്പോൾ അവിടെ ആറാണ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആറ് ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്തർ ഓഫ് ദ ബ്രദേഴ്സ് ന്യൂ ദ ആൻസർ. നെയ്തർ എന്ന വാക്ക് വന്നതുകൊണ്ട് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് ടാഗാണ് വേണ്ടത്. ഇവിടെ നെഗറ്റീവ് ടാഗുകൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ഡൂ ദേ ഉണ്ട്, ഡിഡ് ദേ ഉണ്ട്, ഡസ് ദേ ഉണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ വെർബ് എടുക്കുക. മെയിൻ വെർബ് എടുത്തതിന് ശേഷം നമ്മൾ നോക്കുക, ഇവിടെ നോൺ എന്നതിൻ്റെ ഡിഡ് ഫോമാണ് ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഡ്, ഡു, ഡസ് ദേയും വരില്ല, ഡു ദേയും വരില്ല, ഡിഡ് ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വേറെ ക്വസ്റ്റ്യൻ, ഐ ആം ഹെൽത്തി. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ടാഗാണ് വരേണ്ടത്. പോസിറ്റീവ് ടാഗ് നമ്മൾ ഒഴിവാക്കാം. ഐ ആമും വരാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഐ ആം എന്നൊരു സെൻറ്റൻസിൽ ഫസ്റ്റ് വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ നെഗറ്റീവ് ഫോമായ ആമിൻ്റെ ഐ എന്നൊരിക്കലും ഉപയോഗിക്കരുത്. അത് വരേണ്ടത് ആറിൻ്റ് ഐ എന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആമിൻ്റെ ഐ ഉപയോഗിക്കാൻ പാടില്ല, ആറിൻ്റ് ഐ. വേറെ ക്വസ്റ്റ്യന്, ഐ തിങ്ക് ഐ ആം റൈറ്റ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ഒഴിവാക്കുക. ഇനി ആറിൻ്റ് ഐ ആണോ, ഡോണ്ട് ഐ ആണോ, ഡസിൻ്റെ ഐ ആണോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ആം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ആമിൻ്റെ ഐ വരില്ല, ആറിൻ്റ് ഐ ആണ് കണ്ടത്, ആറിൻ്റ് ഐ. അടുത്തത് ഐ ആം നോട്ട് ലേറ്റ്. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ടാഗ് വരണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഒഴിവാക്കാം. ഷാൾ ആമൈ ഉണ്ട്, അതുപോലെ ഷാളൈ ഉണ്ട്, വില്ലൈ ഉണ്ട്.
അപ്പോൾ നമുക്കറിയാം ഐ ആം നോട്ടിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത് ആം ഐ ആണ്, ഒരിക്കലും ഷാളയും വില്ലയൊന്നും വരില്ല. അപ്പോൾ ആം ഐ ആണ് വരേണ്ടത് എന്ന് നമുക്കറിയാം. വേറെ ക്വസ്റ്റ്യൻ, ക്ലോസ് ദി ഡോർ. വില്ലിയുണ്ട്, ക്യാനിയുണ്ട്, ഡൂയുണ്ട്, ഡോണ്ടിയുണ്ട്. ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് ലെറ്റ്സ് അതുപോലെ ലെറ്റ് മീ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയാലും നേരത്തെ പറഞ്ഞ ലെറ്റസും ലെറ്റ് മീനും പുറമെ, ലെറ്റസ് എന്ന് പറഞ്ഞാൽ ഷാൾവിയാണ് ഉപയോഗിക്കേണ്ടത്, ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ വില്ലിയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വേറൊരു സെൻറ്റൻസ്, ഇപ്പോൾ ക്ലോസ് ദി ഡോർ എന്ന് പറയുന്ന ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഇതുപോലത്തെ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ വന്നാൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, വില്യു മാത്രമേ അതിൻ്റെ ആൻസർ ആയിട്ട് വരുള്ളൂ. ക്യാൻ യു വരില്ല, ഡു യു വരില്ല, ഡോണ്ട് യു വരില്ല. വില്യു അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് കണ്ടാൽ വില്യു എന്ന് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി, അതാണ് അതിൻ്റെ ആൻസർ വരിക. അതുപോലെ തന്നെ വേറെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്, ഇതും ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആൻസർ വില്യു എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പുതിയ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.